ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനം എന്നത് സമാഗമന കൂടാരത്തിലെ 3-ാം സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന വസ്തുവാണ്. ദൈവത്തിന് എല്ലാ കാലഘട്ടങ്ങളിലും തൻ്റെ കരവിരുതനാൽ നിർമ്മിക്കപ്പെട്ട മണിമകുടമായ മനുഷ്യനോട് കൂടെ കൂട്ടായ്മ അനുഭവിപ്പാൻ ആഗ്രഹമുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദിമ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്നേ വരേക്കും അത് നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത നാൾ മുതൽ ദൈവത്തിൻ്റെ ഇടപെടൽ വിവിധ വിധത്തിൽ ആയി തുടങ്ങി. ഹാനോക്ക്, നോഹെ, അബ്രഹാം തുടങ്ങി മോശയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധനായ ദൈവം തന്നോട് അശുദ്ധരായ ജനം പാപശുദ്ധി വരുത്തുവാൻ 10 കൽപ്പന കൊടുത്തു. അതിലും ജനം പരാജയപ്പെട്ടു. ഒടുവിൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിന് വസിക്കുവാൻ പണിത ആലയമാണ് സമാഗമന കൂടാരം. അതിൽ യാഗം കഴിച്ചു ധൂപം കാട്ടി അശുദ്ധിക്ക് അറുതി വരുത്തുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ 2 വസ്തുക്കൾ ഉണ്ട്: ഒന്ന് യാഗപീഠം, 2 താമ്രത്തൊട്ടി. എല്ലാ മനുഷ്യർക്കും ഈ പ്രാകാരത്തിൽ വരുവാനായിട്ട് കഴിയും. അവർ വന്ന് യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്നു. തുടർന്ന് താമ്രത്തൊട്ടിയിലെ വെള്ളത്തിൽ കൈകളെയും കാലുകളെയും ശുദ്ധിയാക്കുന്നു. 2-ാമത്തെ സ്ഥലമായ വിശുദ്ധ സ്ഥലത്തിൽ 3 ഉപകരണങ്ങളാണ് ഉള്ളത്: കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം. ഇവിടെ ജനത്തിന് പ്രവേശനമില്ല. നിലവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കരിന്തിരി എപ്പോഴും വെട്ടിമാറ്റണം. എണ്ണ തീർന്നു പോകുവാനായിട്ട് പാടില്ല. കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ ഗോത്രത്തിന് ഒത്തവണ്ണം 12 അപ്പം വയ്ക്കണം. ധൂപപീഠത്തിൽ സുഗന്ധദ്രവ്യം എപ്പോഴും പുകഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാൽ 3-ാം സ്ഥലമായ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രമേ പ്രവേശിക്കുവാൻ പാടുള്ളൂ. അവിടെ 2 വസ്തുക്കൾ കാണാം: സാക്ഷ്യപ്പെട്ടകം, അതിന്മേലെ 2 കെരൂബുകൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മൂടിയായ കൃപാസനം. സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് 3 വസ്തുക്കളുണ്ട്: ഒന്ന് അഹരോന്റെ തളിർത്ത വടി, 2 മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, 3 സാക്ഷ്യപലക. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് ഈ കൃപാസനത്തിൽ ആണ്. ആണ്ടിലൊരിക്കൽ മാത്രമേ കൃപാസനത്തെ ദർശിപ്പാൻ കഴിയൂ, അതും മഹാപുരോഹിതന് മാത്രം. എങ്ങനെയെന്നാൽ യാഗപീഠത്തിൽ തങ്ങൾക്കും ഗോത്രത്തിനും ഒത്തവണ്ണം യാഗമർപ്പിച്ച് ശുദ്ധി വരുത്തി വിശുദ്ധ സ്ഥലത്തിലെ ധൂപത്തിൽ നിന്നും പുക ഉയർന്ന് അതിപരിശുദ്ധ സ്ഥലത്തെ നിറച്ചതിന് ശേഷം മാത്രം ഭയത്തോടും വിറയലോടും വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേട്ടുനോക്കൂ: കരുണയ്ക്കും സഹായത്തിനുമായി ഏത് സമയത്തും ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ എങ്ങനെ സാധിച്ചുവെന്നാൽ, ന്യായപ്രമാണത്തിന് കീഴിലിരുന്നവർക്ക് അതിനെ നിവർത്തിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ന്യായപ്രമാണ കർത്താവ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിൽ ഇറങ്ങി വന്നു. യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ നിന്ന് പറയുന്നു: ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കണം. യാഗകർമാദികൾക്ക് അറുതി വരുത്തിക്കൊണ്ട് കാൽവറിയിൽ ഏകയാഗമായി ദൈവത്തിനും മനുഷ്യർക്കും മറയായിരുന്ന ദൈവാലയത്തിലെ തിരശ്ശീല 2ആയി ചിന്തി ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥത വഹിച്ച പൗരോഹിത്യം നീക്കി ഇപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു. ആയതിനാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വം ലഭിച്ചു. ആയതിനാൽ കരുണയും കൃപയും നൽകുവാൻ കൃപാസനത്തിൻ്റെ അടുക്കൽ ഏതു സമയത്തും ചെല്ലുവാൻ നമുക്ക് കഴിയട്ടെ. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും തൻ്റെ അടുക്കൽ വരുന്നവരെ കൈവിടാത്ത നല്ല കർത്താവ്. അതുകൊണ്ട് ധൈര്യത്തോടെ എപ്പോഴും കർത്താവിൽ ആശ്രയിക്കാമോ? ഒരു നാൾ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവിൻ്റെ അടുക്കൽ, ഈ കൃപാസനത്തിൻ്റെ അടുക്കൽ എല്ലാ സമയത്തും എപ്പോഴും ഏത് വേളയിലും നമുക്ക് കടന്നു ചെല്ലാം. ഈ മഹാഭാഗ്യം ദൈവം നമുക്കായി ഒരുക്കി തന്നു.